കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു മരതകവാള നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടെത്താനുള്ള ഒരു ശുഷ്കാന്തി നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. ആര് പറഞ്ഞു കാണിക്കുന്നില്ല? 4 പാടും വല വിരിച്ച് കാത്തിരിക്കുകയാണ്. ആ വാള് എന്റെ കൈക്ക് തന്നെ വരും. ഹലോ, അഡ്വക്കേറ്റ് അനന്തഗോപനല്ലേ? അതെ. ഞാൻ സഹീറ തങ്ങൾ, ACP. ഒരു കാര്യം അറിയാനാ നിങ്ങളെ ഞാനിപ്പോ വിളിച്ചത്. എന്താ മാഡം? നിങ്ങളല്ലേ ചെമ്പകമംഗലത്തെ ആ ഉടവാളിന്റെ റിസീവർ? അതെ മാഡം, എന്നെയാ കോടതി റിസീവറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഞാനൊരു വാളിന്റെയും അത് മോഷ്ടിച്ച സ്ത്രീയുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. ആ വാളും ചെമ്പകമംഗലത്തെ വാളും തമ്മിൽ സാമ്യമുണ്ടോന്ന് നോക്കി പറയണം. നോക്കി പറയാം മാഡം. മാഡം, ഇത് ചെമ്പകമംഗലത്തെ ഉടവാള് തന്നെ, ഒരു സംശയവും വേണ്ട. ചെമ്പകമംഗലത്തെ വാള് സ്വർണത്തിൽ രത്നങ്ങൾ പതിപ്പിച്ച് നിർമ്മിച്ചതല്ലേ ഗോപൻ? അതെ. പക്ഷേ ഇതല്ല. അതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാള. സ്വർണത്തിന്റെ തരി പോലുമില്ല. ചെമ്പകമംഗലത്തെ വാളിന്റെ മറവില് എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ടല്ലോ വക്കീലെ. നമുക്ക് തമ്മിൽ നേരിട്ട് കാണേണ്ടി വരും. ശരി. എന്താടോ കാര്യം പറയ? ഇവിടുന്ന് പോയ വാളും അത് മോഷ്ടിച്ച സ്ത്രീയും പോലീസ് കണ്ടെത്തി. എന്നിട്ട് ഇവളോ? ഇവരെ അറിയോ? നോ, അറിയില്ല. പക്ഷെ അത് സ്വർണവാളല്ല. ആ വൈശാഖ് കൊണ്ടുവന്ന പോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാള. എന്നുവെച്ചാ അപ്പോൾ സാവിത്രിയും നിങ്ങളെ പറ്റിച്ചു അല്ലേ? ഇനി എന്തു വേണമെന്ന് ഈ ചന്ദ്രഗിരി ദേവരാജൻ ചെയ്ത് കാണിക്കാം. ഇയാളിരിക്കെ. ഇയാളല്ല രാജലക്ഷ്മി, ദേവരാജൻ. ചന്ദ്രഗിരി ദേവരാജൻ. ചന്ദ്രഗിരിയോ സൂര്യഗിരിയോ ആകട്ടെ, ഇയാളെ ഇന്ദ്രജയുടെ ഭർത്താവായിട്ടേ എനിക്കറിയൂ. നിങ്ങൾ ചെമ്പകമംഗലമെന്ന് ഏതു നേരവും വീമ്പ് പറയാറില്ലേ? അതുപോലെ എന്റെ പ്രശസ്തമായ തറവാട് ചന്ദ്രഗിരി പേരിനൊപ്പം ചേർത്തന്നേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യം. പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്രഗിരി ദേവരാജ വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ രാജലക്ഷ്മി അമ്മ, ഞങ്ങൾക്കെന്ത് വിശേഷം? കുറെ കാലമായില്ലേ ചെമ്പകമംഗലത്തുകാരെ ഒന്ന് കണ്ടിട്ട്. വെറുതെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ഓ, എനിക്ക് തറവാടുമായി ഒന്നല്ലല്ലോ 2 രീതിയിലല്ലേ ബന്ധം. എന്റെ ഇന്ദ്രജയുടെ ആങ്ങളയുടെയും അനിയത്തിയുടെയും സംബന്ധ വീടാണ് ഈ ചെമ്പകമംഗലം. ഇയാളുടെ ഭാര്യ ഈ കഥയൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഇവിടെ കയറി വരാറുണ്ട്. വല്ലതുമൊക്കെ മേടിച്ചു കെട്ടി പോവാറുമുണ്ട്. അല്ല, അതിരിക്കട്ടെ, ഭാര്യ ഇവിടെയോ അതോ അവിടെയോ? ഇപ്പോ അവിടെ. അതേതായാലും നന്നായി. ഒരാൾ അവിടെ, മറ്റൊരാൾ ഇവിടെ. അല്ലെങ്കിലേ അരോ ഒരഞ്ഞ് കിന്നരോ ആവും. ഈ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവും രാജലക്ഷ്മി അമ്മേ. ഇനി അതിലൊക്കെ കേറി പിടിച്ച് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ഇന്ദ്രജയുടെ നാത്തൂനാണ് സാവിത്രി. സാവിത്രിയെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു, അത്രയുള്ളൂ. സാവിത്രി ഇവിടെയില്ല, അമ്പലത്തിൽ പോയി. ആഹാ, കൈമൾ സാറോ? വരണം.
ഇത് ചെമ്പകമംഗലമോ അതോ ചന്ദ്രഗിരിയോ? അച്ഛനെന്താ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോ? ഇത് ചെമ്പകമംഗലം. അല്ല, ഇയാളെന്റെ വീട്ടിൽ കയറി കാലുമേ കാലും വെച്ച് കുടുംബനാഥനായ എന്നോട് വരണം എന്ന് പറഞ്ഞപ്പോ എന്റെ സ്ഥലകാലബോധം പോയി മോളെ. ഞാൻ കുറച്ചു നാളായി വളരെ ക്ഷമാശീലനാ. അതുകൊണ്ട് ഈ ചീള് കേസൊക്കെ ഞാനങ്ങ് വിട്ടുകളയും. വേറൊന്നുമല്ല, രാമഭദ്രൻ അങ്ങ് ദുബായിലല്ലേ, അയാൾ എന്നോട് പറഞ്ഞു വിട്ടു ഭാര്യ സുഖമായിട്ടൊക്കെയാണോ ജീവിക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കാൻ. ഓ ഉം. സാവിത്രി ഞങ്ങളുടെ മകളും രാമഭദ്രൻ ഞങ്ങളുടെ മരുമകനുമാണ്. അവരുടെ കാര്യം തിരക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് നിന്റെ സഹായം ആവശ്യമില്ല. ഇയാൾ എന്തോ ഉദ്ദേശത്തോടെ വന്നിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചു നിൽക്കണം. എന്റെ അളിയൻ എന്നെ ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. ഓ ദേവരാജ, നിന്റെ ഗുണ്ടായുസ് ഒന്നും ഇവിടെ വേണ്ട. ഇത് ചെമ്പകമംഗലമാണ്. ഇത് ചെമ്പകമംഗലമല്ലേ, അല്ലാതെ വൈകുണ്ഠവും കൈലാസമൊന്നും അല്ലല്ലോ. എവിടെയാണെങ്കിലും ഈ രാവണൻ കേറി ചെന്നിരിക്കും. ഇയാൾ എന്താ ഈ കാണിക്കാൻ പോകുന്നേ? ദേവരാജ, ഒരിക്കൽ കൂടി നിനക്ക് ഞാനോട് താക്കീത് തരിക. നിന്റെ ഗുണ്ടായുസ് ഒന്നും ഇവിടെ വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ തീവെയിലും തീക്കാറ്റുമുള്ള ഈ നട്ടുച്ചയ്ക്ക് ഈ ചെമ്പകമംഗലം നിന്ന് കത്തും.